മാർക്കോ ദ മോസ്റ്റ് വയലൻറ്റ് സിനിമ എന്നുള്ള ആ ഒരു പേരിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമ. അതായത് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കാണാത്ത അത്രയും വയലൻസ് ഈ ഒരു സിനിമയിലുണ്ട്. ദ മോസ്റ്റ് വയലൻറ്റ് സിനിമ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള സാധനം നമ്മൾ മലയാളികൾ ഇങ്ങനെ തൂക്കിയേക്കാൻ പറ. അതിന് കില്ലിനോ അല്ലെങ്കിൽ ആനിമലിനോ ഒന്നുമല്ല, അത് മാർക്കോയ്ക്കാണ്. ഇതിനകത്ത് കാണിക്കുന്ന അത്ര വയലൻസ് ഒരു സിനിമയിൽ ഇതുവരെ കാണിച്ച് കാണില്ല. മലയാളി ഓഡിയൻസിന് ഇത് ഭയങ്കര പുതുമയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ടതിലൊക്കെ ബ്ലഡ് ഷെഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇത്രയും ബ്ലഡ് ഷെഡ് അല്ല ഇതിനകത്ത്, ബ്രൂട്ടൽ മർഡേഴ്സാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ബ്രൂട്ടലായിട്ടെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ബ്രൂട്ടൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോയ്സ് കാണുന്നവർക്കറിയാം ബോയ്സിനകത്ത് എന്താണ് എക്സ്ട്രീംലി കാണിക്കാൻ. ഇപ്പം ഹീറോഗാസം എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡിൽ എന്താണ് കാണിച്ചത്, ആ വേവ് ലെങ്തിലാണ് ഈ ഒരു സിനിമയിലെ പല സീനുകളും പോകുന്നതെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു 2.5 മണിക്കൂറുള്ള സിനിമയിൽ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു കുറച്ച് ഭാഗം സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ മാത്രമാണ് ഈ പറയുന്നത് പോലെ ഈ ബ്ലഡ് ഇല്ലാത്ത കുറച്ച് സീനുകളുള്ളത്. ഇതിൻ്റെ ഒരു ഇൻ്റർവൽ സ്വാഗതം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ചോര മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ചോരമയം കാണിക്കുന്നുള്ളതാണ്. അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ള സിനിമ. ഇത് ഈ പറയുന്ന പോലെ ചോര കാണുമ്പം പേടിയുള്ളവരൊന്നും പോയി കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. എസ്പെഷ്യലി ഇതൊരു കുട്ടികളെ കാണിക്കാതിരിക്കുന്നതായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് കുട്ടികളെ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സർട്ടിഫിക്കറ്റാണ് 18 സിനിമയാണ്. ഇതിനകത്ത് അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ള സീനുകളുണ്ട്. അത് ചിലപ്പം ചില ആളുകൾക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രോമ, അതായത് കുറച്ച് ദിവസത്തേക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ചില സീനുകളൊക്കെ ഇതിനകത്ത്. ഇപ്പം ഒരാളെ കൊല്ലുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അതിലും ബ്രൂട്ടലായിട്ടുള്ള കുറേയധികം സീനുകളുണ്ട്. അത് എടുത്തു പറയേണ്ടതിൻ്റെ മേക്കിംഗ് ആണ്. ഒരു രക്ഷയില്ല, ഹോളിവുഡ് ലെവൽ മേക്കിങ് മ്യൂസിക്കൊക്കെയാണ്. പെർഫോമൻസിൻ്റെ കാര്യം ഉണ്ണിമുകുന്ദൻ ഒരു സൈഡിൽ നിന്ന് പെർഫോം ചെയ്യുന്നു, അപ്പുറത്ത് ജഗദീഷ് നിന്ന് പെർഫോം ചെയ്യുന്നു. ജഗദീഷിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് ഇതുവരെ ജഗദീഷ് കരിയറിൽ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്ത് കാണത്തില്ല. അത്രയ്ക്ക് കിടിലൻ ക്യാരക്ടർ. ഉണ്ണിമുകുന്ദൻ ഈ പറയുന്ന പോലെ ഒരു ഗ്യാങ്സ്റ്റർ ലെവൽ സിനിമകളൊക്കെ ചെയ്യാം. അതായത് KGF യാഷ് എന്താണോ ആ ഒരു ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ഒരു രക്ഷയില്ല. സ്വാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സിനിമ, ഇതാണ് മലയാള സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. ചുമ്മാ കുറേ ഫാമിലി സിനിമകൾ ഇറക്കി പൊട്ടിക്കുന്നതിലും നല്ലത് ഇതേപോലുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വരുന്ന സിനിമകൾ ഇറക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് നിന്ന് 7 മിനിറ്റേ കട്ട് ചെയ്ത് കളഞ്ഞുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര എന്തോ ഭാഗ്യമാണ്. കാരണം ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് കിടിലൻ ബ്രൂട്ടൽ സീനുകളുണ്ട് ഈ ഒരു സിനിമയിൽ. അത് വൺ ഓഫ് എ കൈൻഡ് സിനിമ, എനിക്കൊന്നും പറയാനില്ല. ഈ ഒരു സിനിമയെ കമ്പയർ ചെയ്യുന്നത് ഹോളിവുഡ് സിനിമകളുമായിട്ടൊക്കെ വെച്ച് വേണമെങ്കിൽ കമ്പയർ ചെയ്യേണ്ടി വരും. അത്രയ്ക്കും ഹോളിവുഡ് സിനിമകളിലാണ് ഇങ്ങനെ ബ്രൂട്ടൽ സീനുകൾ കാണിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ കില്ലിന് കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആനിമലിൽ കുറച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നുമല്ല, കില്ലിൽ കാണിക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു 10% മാത്രമാണ്. ഇത് അതുക്കും മേലെയാണ് ഇതിനകത്ത് സീനുകൾ കാണിക്കുന്നത്. എസ്പെഷ്യലി ചില സീനൊക്കെ ഉണ്ട്, ക്ലൈമാക്സിലേക്കൊരു 1/2 മണിക്കൂറുണ്ട്. 1/2 മണിക്കൂറും ചോരയാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു കണ്ടെയ്നറിനകത്ത് ചോര കൊണ്ടിറക്കി കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും, അതേപോലുള്ള സീനുകളാണ്. ഒരു രക്ഷയില്ല മോനെ, വേറെ റേഞ്ചിൽ ഇത്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇത് മിഖായലിൻ്റെ ഒരു സ്പിൻ ഓഫ് അല്ല. അതിനകത്ത് ഒരു ക്യാരക്ടറിനെ മാത്രം എടുത്തിട്ടാണ് ഈ ഒരു സിനിമ, അതായത് സിനിമ തുടങ്ങുമ്പോഴേ എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒരു മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മാത്രം എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മിഖായൽ കണ്ടില്ലെങ്കിലും ഈ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. ഇതൊരു ഫ്രഷ് സ്റ്റോറി, ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേറെ റേഞ്ചിൽ നിൽക്കുന്ന സിനിമയാണ്. ആ കഥ പറയുന്ന ആ ഒരു ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ അങ്ങ് വേറെ റേഞ്ചിൽ, അതായത് ആ ഒരു ഇൻ്റർവൽ പഞ്ചിലൊരു സീനുണ്ട് മോനെ, വേറെ റേഞ്ചിൽ നിൽക്കുന്ന സീൻ. ഈ സ്റ്റോറി പറയുന്നത് ഓക്കെ, കുറച്ച് അത് എല്ലാ സിനിമകളിലും കാണുമല്ലോ, കുറച്ച് സ്റ്റോറി പറയണമല്ലോ, അത് പ്രത്യേകിച്ച് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് സിനിമയുടെ ഗ്രാഫ് ഒരു പോക്കോ, മറ്റേ റോക്കറ്റ് പോകുന്ന പോലെ മേപ്പോട്ട്, പിന്നെ അത് താപ്പോട്ടൊരു വരവില്ല. പിന്നെ ക്ലൈമാക്സ് വരെ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് സിനിമ. കണ്ട് എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ട്, അതായത് ഇങ്ങനെ ഒരുപാട് ഹോളിവുഡ് സിനിമകളൊന്നും കാണാത്ത ആളുകൾക്ക് മേ ബി ഇത് ദഹിക്കില്ലായിരിക്കും. കാരണം അത്രയ്ക്ക് ബ്രൂട്ടൽ സീനുകളുണ്ട്. ഇത് കുറേ എണ്ണം ഇപ്പോൾ ഇറങ്ങും, അതായത് ഇതൊക്കെയാണോ സിനിമ, ഇങ്ങനെയാണോ സിനിമ എടുക്കുന്നത്, ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മാറ്റി നിർത്തുക. ഇതൊരു കിടലൻ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ആ പറഞ്ഞ വാക്കിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. പോയി കാണുക, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതേപോലത്തെ സിനിമകളൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും പോയി കാണുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ്, കണ്ടവർ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റായിട്ട് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ ഗൈസ്.